എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചിക്കൻ മോമോസിൻ്റെ റെസിപ്പിന്. അപ്പോൾ ഇനി അത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കാം കേട്ടോ. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിടാം. 1 സ്പൂൺ ഓയിൽ ഒഴിക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മീതെ കുറച്ച് ഓയിൽ വരട്ടി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചിക്കനാണ്. അതെല്ലില്ലാണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1 സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും പിന്നെ ഒരു 3 പച്ചമുളക് അരിഞ്ഞതുണ്ട് അതും പിന്നെ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതും പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ സോയാ സോസും 1/4 സ്പൂൺ ഗരം മസാലയും പിന്നെ ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും മല്ലിയിലയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇടാം. ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടാൻ മറന്നുപോയി. അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാവില്ലേ, അതെടുത്ത് കനം കുറച്ച് പരത്തിയെടുക്കാം. ഇനി ഇത് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ചെറിയ മൂടി എന്തെങ്കിലും വെച്ച് മുറിച്ചെടുത്താൽ മതി. ഇതും ഇതുപോലെ തന്നെ ഉരുട്ടിയെടുത്ത് ഇനി പരത്തി മുറിച്ചെടുക്കാം. ഞാനിതിൽ കുറച്ച് പൊടി കൂടുതലിട്ട് പരത്തിയിട്ടുണ്ട്. ഇതുപോലെ ഒരുമിച്ച് വയ്ക്കാവുമ്പോൾ പൊടി നല്ലോണം തൂവി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ പടം ഒട്ടിപ്പിടിച്ച് രണ്ടാമത് പരത്തിയെടുക്കേണ്ടി വരും കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയിൽ ഞൊറിഞ്ഞൊക്കെ വെക്കാൻ അറിയുന്നവർക്ക് ഞൊറിഞ്ഞ് നല്ല ഭംഗിയിലൊക്കെ വെക്കാട്ടോ. അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാട്ടോ. എനിക്കിതുപോലെയൊക്കെ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അത് ഇതേപോലെ പാത്രത്തിൽ നിരത്തി വയ്ക്കുമ്പോൾ ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും തേച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ടാ. അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കേ. മൈദ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒട്ടും. ഇനി ഇത് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. അതുപോലെ തന്നെ ഈ തട്ടിലും കുറച്ച് ഓയിൽ തേക്കണം കേട്ടോ. എന്നിട്ട് വേണം അത് വെക്കാനായിട്ട്, അല്ലെങ്കിൽ തൊട്ടേ. ഇനി ഇതിൽ മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്നി ഉണ്ടാക്കാം. അതിനുവേണ്ടി 5 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ തിളച്ച വെള്ളത്തിൽ ഒഴിച്ച് വെക്കാം. വേഗം അറിയാൻ വേണ്ടിയിട്ടാണ്. തക്കാളി തൊലി കളഞ്ഞിട്ട് വേണം എടുക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളത്തിലിടുന്നത്. പിന്നെ മുളക് എടുക്കുമ്പോൾ ഇത് എരിവ് കുറഞ്ഞ മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 5 എടുത്തത്. അല്ലെങ്കിൽ 1 മുളകോ 2 മുളകോ ഒക്കെ എടുത്താൽ മതിയിട്ട്, എരിവുള്ള മുളകാണെങ്കിൽ. ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിടാം. അപ്പോൾ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു 2 ടീസ്പൂൺ വിനാഗിരിയും 1 സ്പൂൺ പഞ്ചസാരയും അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പോൾ ദാ ചമ്മന്തി ആയിട്ടുണ്ട്. ഇനി ഇത് കൂട്ടിയിട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള മോമോസ് കഴിക്കാം.